Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 3 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓംസ് ലോ വരുന്ന ഡിഫറെൻറ്റ് ഇക്വേഷൻസ്. നെക്സ്റ്റ് നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് നോക്കി. അതിൽ തന്നെ റെസിസ്റ്ററുകൾ സീരീസിൽ കണക്ട് ചെയ്തതും അപ്പോൾ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ഇക്വേഷൻസ്, നെക്സ്റ്റ് അതിൻ്റെ ഡെറിവേഷൻ, നെക്സ്റ്റ് പാരലൽ കണക്ഷൻ, അതിൻ്റെ സർക്യൂട്ട്, അതുപോലെ അതിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ, അതുപോലെ ഡിഫറെൻറ്റ് ഡെറിവേഷൻ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. എ സർക്യൂട്ട് ഹാസ് 12 volt applied across a series connection of resistors of 5 ohm, 4 ohm and 3 ohm. Find the current through the circuit. Also find the voltage across each resistors. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് 3 റെസിസ്റ്റർ തന്നിട്ടുണ്ട്. 5 ഓം, 4 ഓം, 3 ഓമിൻ്റെ 3 റെസിസ്റ്റേഴ്സ് സീരീസ് കണക്ഷനിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് കണക്ഷനാണ്, സീരീസ് ആണോ പാരലൽ ആണോ? അപ്പോൾ സീരീസ് കണക്ഷനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഇതിന് അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആണ് 12 വോൾട്ട് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കാണേണ്ടത്? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, എന്താണ് കാണേണ്ടത്? ഫസ്റ്റ് ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ കറണ്ട് I ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഒന്ന്. നെക്സ്റ്റ് ആൾസോ ഫൈൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്റർ 5 ഓം, 4 ഓം, 3 ഓം, ഇപ്പോൾ ഇതിന് നമ്മൾ R1, R2, R3 3 പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകൾ എന്തൊക്കെയാണ്? V1, V2, അതുപോലെ V3. ഈ 3 വോൾട്ടേജ് നമ്മൾ കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡയറക്റ്റ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ അല്ല, കറണ്ടും ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വോൾട്ടേജുമാണ് കാണേണ്ടത്. അതിന് നമ്മൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കേണ്ടത്. ഇവിടെ 5 ഓമിൻ്റെ, 4 ഓമിൽ, 3 ഓം 3 റെസിസ്റ്ററിൻ്റെ സിമ്പിളാണിത്. ഇങ്ങനെയാണ് റെസിസ്റ്റൻസ്. അപ്പോൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്തിട്ട് പിന്നെ താഴോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടത്. അങ്ങനെ 3 റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സീരീസായി കണക്ഷൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ കാണാം, ഇതിൽ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു? 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തു. ഇവിടെ ബാറ്ററി എന്നൊന്നും പറഞ്ഞിട്ടില്ല, 12 വോൾട്ട് ഇതിന് അക്രോസ് ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 12 വോൾട്ട് എന്ന് ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മളൊരു ബാറ്ററിൻ്റെ സിമ്പിൾ വരച്ചു. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഒരു 2 ഡോട്ട് ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ച് 12 വോൾട്ട് എന്ന് ഇവിടെ എഴുതിയാൽ മതി. ഇങ്ങനെ വരച്ചാലും മതി. ഇവിടെ ബാറ്ററീൻ്റെ സിമ്പിൾ വരക്കണം എന്നില്ല. അപ്പോൾ എങ്ങനെ വരച്ചാലും ഇതിലൊന്നും പറയാത്തതുകൊണ്ട് എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. നമ്മൾ 12 വോൾട്ട് ഇതിന് അപ്ലൈ ചെയ്തു. അവിടെ ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ല എങ്ങനെയാണ് കൊടുത്തു എന്നുള്ളത്. 12 വോൾട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ വരച്ചെടുക്കണം. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണിത് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അതിനാദ്യം നമ്മളൊരു പ്ലെയിൻ പേപ്പറിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു ഫിഗർ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അതിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം എഴുതി ആ ഫിഗർ വരച്ചതിന് ശേഷം അത് ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ട്. R1 = നമ്മൾ പേര് കൊടുത്തു. R1 റെസിസ്റ്റൻസ് 1 = 5 ഓം, R1 = 5 ഓം കൊടുത്തു. R2 = 4 ഓം, R3 = 3 ഓം. അങ്ങനെ നമ്മൾ തന്ന കാര്യങ്ങൾ എഴുതിയിട്ടു. അപ്പോൾ ഇത് മാത്രമേ തന്നെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് V = 12 വോൾട്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് കാണേണ്ടത്? നമ്മൾ നെക്സ്റ്റ് ഇതിൽ തന്നെ താഴത്തെ ഇത് I എന്താണ് നമുക്ക് കാണണം, V1 എന്താണെന്ന് കാണണം, V2 എന്താണെന്ന് കാണണം, V3 എന്താണെന്ന് കാണണം. ഇതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. ഇനി നമുക്ക് എന്താണ് അറിയാം? അക്കോർഡിംഗ് ടു ഓംസ് ലോ പ്രകാരം
നമുക്കറിയാം വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഐ ആണ്. ടോട്ടൽ കറണ്ട് ഐ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിന് ഐ എങ്ങനെ കാണാം? ഐ ഈക്വൽ ടു നമുക്കറിയാം വി ഡിവൈഡ് ബൈ ആർ ആണ്. ഇതൊക്കെ നമ്മൾ ഓംസ് ലോ പഠിച്ചതാണ് അല്ലേ. ഇനി നമുക്ക് വി ഇതിൽ അറിയാം അല്ലേ. നമുക്ക് ആർ അറിയോ? ആർ അറിയില്ല. ആർ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആണ് നമ്മൾ ചിത്രം വരച്ചു. റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആകുമ്പോൾ ആർ എസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ. അതെങ്ങനെ കാണാം? ആർ എസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഇങ്ങനെയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് ആർ എസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഇനി ഇതിൽ ആർ വൺ എത്രയാണ് നമുക്കറിയാം? 5 ഓം, 5 ഓം ആണ്. ആർ ടു എത്രയൊക്കെയാണ് അറിയാം? 4 ഓം ആണ്. ആർ ത്രീ എത്രയാണ്? 3 ഓം ആണ്. അപ്പോൾ 5 4 9 3 12 എന്ന് കിട്ടും. 12 എന്താണ് യൂണിറ്റ്? ഓം. 12 ഓം എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആർ എസ് കിട്ടി, റെസിസ്റ്റൻസ് കിട്ടി, ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് കറണ്ട് കണ്ടുകൂടെ? കാണാം. ഐ ഈക്വൽ ടു വി ബൈ ആർ. ഇതിൽ നമ്മൾ വി എത്രയാണ് നമുക്ക് ആൾറെഡി അറിയാം, 12 വോൾട്ടാണ്. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ആറും എത്ര കിട്ടി? 12 ഓം എന്ന് കിട്ടി. 12/12 എത്ര കിട്ടും? യൂണിറ്റ് ഇവിടെ എഴുതണമെന്നില്ല. അപ്പോൾ 12/12 എത്ര? 1. 1 ആംബിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. 1 ആംബിയർ. ഇവിടെ നമ്മൾ യൂണിറ്റ് എഴുതണം. 1 ആംബിയർ നമ്മൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി 1 ആംബിയർ എന്ന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ്? V1, V2, V3 അഥവാ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ കണ്ടത്. അതിന് നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് 1 R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 നമുക്കറിയാം. നമ്മൾ റെസിസ്റ്റൻസ് ഇൻ സീരീസിൽ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, ഇവിടെ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും, കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ V1, V2, V3 3 വോൾട്ടേജ് ഉണ്ടാകും. അപ്പോൾ V1 എത്ര വരും? V1 ഈക്വൽ ടു I ഇൻറ്റു R1. കറണ്ട് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. I ഇൻറ്റു R1. റെസിസ്റ്റൻസ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ R1 ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1. I എത്ര ഇവിടെ? I നമുക്ക് 1 ആംബിയർ എന്ന് കിട്ടി. ഇൻറ്റു R1 എത്ര? 5 ഓം ആണ്, 5 ഓം ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 ഇൻറ്റു 5 വോൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസും വോൾട്ടേജ് സെയിം ആണ്. കാരണം അത് ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതെല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കറണ്ടിൻ്റെ വാല്യൂ ഇവിടെ 1 ആയതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും വോൾട്ടേജും റെസിസ്റ്റൻസും ഇവിടെ സെയിം ആയത്. ഓക്കെ, അപ്പോൾ V1 ഈക്വൽ ടു 5 വോൾട്ട് എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് കാണണം V2 പറഞ്ഞാൽ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന് ക്രോസ് ആയിട്ട് വോൾട്ടേജ് V2 ഈക്വൽ ടു I ഇൻറ്റു R2. I എത്ര? 1 ഇൻറ്റു R2 എത്രയാണ്? R2 നമുക്കറിയാം 4. 1 ഇൻറ്റു 4 വോൾട്ട് കിട്ടി. അപ്പോൾ അത് V2 കണ്ടു. നെക്സ്റ്റ് R3 ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V3 ഈക്വൽ ടു I ഇൻറ്റു R3. ഇവിടെ I എത്ര? വീണ്ടും നമുക്കറിയാം 1 ആണ്. I കോൺസ്റ്റൻ്റ് ആണ്, മാറില്ല. R3 എത്രയാണ്? 3 ഓം ആണ്. അപ്പോൾ 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 വോൾട്ട്. അപ്പോൾ നമുക്ക് V3 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ക്വസ്റ്റ്യനിൽ 3 കാര്യങ്ങളും നമുക്ക് കിട്ടി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ കിട്ടി. നമുക്ക് എന്താണ്? I കിട്ടി. എന്താണ് I എത്ര കിട്ടി? 1 ആംബിയർ എന്ന് കിട്ടി. നെക്സ്റ്റ് V1 എത്ര കിട്ടി? 5 വോൾട്ട് കിട്ടി. V2 എന്ന് പറയുന്നത് 4 വോൾട്ട് കിട്ടി. V3 എന്ന് പറയുന്നത് 3 വോൾട്ട് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസും കണ്ടു, കറണ്ടും കിട്ടി, വോൾട്ടേജും ഒക്കെ കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സീരീസ് കണക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നില്ല. ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. ഇനി ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ ചോദിക്കുക, നേരിട്ടൊക്കെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് 10 ohm, 12 ohm and 16 ohm are connected in parallel and 100 voltage is applied to it. Find the total current in the circuit and current through each resistors. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾക്ക്
തന്ന കാര്യങ്ങൾ നോക്കുക. ആദ്യം എന്തൊക്കെയാണ് റെസിസ്റ്റൻസ്? 3 റെസിസ്റ്റൻസ് ഉണ്ട് ഇതിലും. പക്ഷെ ഇവിടെ ഉള്ളത് പാരലൽ കണക്ഷനാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഇവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുള്ളത് 100 വോൾട്ടാണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ കറണ്ട് I കാണണം. നെക്സ്റ്റ് ആൻഡ് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ് I1 കാണണം, I2 കാണണം, I3, ഇത് 3 കാണും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് I-ഉം I1 I2 I3 ഇത് 3 ആണ്. ഈ 4 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആൻഡ് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഫിഗർ വരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ 3 റെസിസ്റ്റൻസിൽ R1 R2 R3 10 ഓം 12 ഓം 16 ഓം ഇത് 3ഉം പാരലൽ കണക്ഷനാണുള്ളത്. പാരലൽ കണക്ഷൻ ആകുമ്പോൾ സെപ്പറേറ്റ് ഓരോന്നും നമ്മൾ വോൾട്ടേജ് സോഴ്സുമായി സെപ്പറേറ്റ് കണക്ട് ചെയ്യണം അല്ലേ? 3 കണക്ട് ചെയ്യുന്നത് നമ്മൾ സീരീസ് പാരലൽ പറഞ്ഞ സമയത്ത് വരച്ച് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? പാരലൽ കണക്ഷനിൽ ഈ 3 റെസിസ്റ്റൻസും സെപ്പറേറ്റ് നമ്മൾ 100 വോൾട്ടേജ് സോഴ്സുമായി കണക്ട് ചെയ്തു പാരലൽ കണക്ഷൻ വെച്ച്. ഇനി നമ്മൾ ഇതിൽ കറണ്ട് ഫ്ലോ I എന്ന് പറഞ്ഞ കറണ്ട് കാണണം, ടോട്ടൽ കറണ്ട്, പിന്നെ I1 I2 I3 3 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടും കാണണം. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കണം. അപ്പോൾ അതിനെന്താണ് ഗിവൺ, നമുക്ക് ഗിവൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്താണ് തന്നിട്ടുള്ളത്? R1 എത്രയാണ്? R1 is equal to 10 ohm, R2 is equal to 12 ohm, R3 equal to 16 ohm. ഇത് 3 നമുക്ക് തന്നിട്ടുണ്ട്. ആൾസോ എത്രയാണ് നമ്മൾ ടോട്ടൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്? V equal to 100 വോൾട്ടാണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കാണേണ്ടത്? I1 ടോട്ടൽ കറണ്ട് I കാണണം. അതുപോലെ I1 I2 I3 ഓരോ റെസിസ്റ്റൻസ് ക്രോസ് ആയിട്ടുള്ള കറണ്ട് കാണും. അങ്ങനെ തന്നെയാണ്. ടോട്ടൽ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള കറണ്ട് കാണണം, ടോട്ടൽ കറണ്ട് കാണണം. അപ്പോൾ I1 I2 I3 കാണും, ടോട്ടൽ Iയും കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ചില പാരലൽ കണക്ഷൻ ആകുമ്പോൾ ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, കറണ്ട് ഡിവൈഡ് ചെയ്യും. അതൊക്കെ നമ്മൾ സീരീസ് പാരലൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലേ? കറണ്ട് ഡിവൈഡ് ചെയ്യും, വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ കറണ്ട് I1 I2 I3 3 റെസിസ്റ്റൻസിന് ക്രോസ് ആയിട്ട് 3 കറണ്ട് ഉണ്ടാവും, നമ്മൾ കാണണം. അപ്പോൾ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം എന്താണ്? ഓംസ് ലോ പ്രകാരം V equal to I into R എന്ന് നമുക്കറിയാം. അപ്പോൾ I എന്ന് പറഞ്ഞാൽ എന്താ? I equal to V by R എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ കറണ്ട് I നമുക്ക് ഇവിടെ എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടിട്ട് വോൾട്ടേജുമായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കറണ്ട് I കിട്ടും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ സെപ്പറേറ്റ് എന്താണ് I1 I2 I3 കണ്ടിട്ട് I equal to I1 plus I2 plus I3 അങ്ങനെ ചെയ്താലും മതി. ഒന്നുകൂടെ സിമ്പിൾ ഈ മെത്തേഡാണ്. എന്നിട്ട് ആൾറെഡി I1 I2 I3 നമുക്ക് കാണണമല്ലോ, എന്നിട്ട് നമ്മൾ ടോട്ടൽ I കാണണം. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് 6 കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടെ കാണുകയാണ്. കാരണം ഇൻ കേസ് ടോട്ടൽ റെസിസ്റ്റൻസ് കൂടെ ചോദിക്കുകയാണെങ്കിൽ അതുകൂടെ കാണുന്ന മെത്തേഡ് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും നമ്മൾ ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ I1 I2 I3 ആ ഒരു ഇത് കണ്ടിട്ട് ടോട്ടൽ കറണ്ട് I കാണും. എന്നിട്ട് നമ്മൾ I = V by R ആ ഒരു മെത്തേഡ് കൂടെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 രീതി ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസും കൂടി ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ I1 I2 I3 കാണാണ്. അത് നമുക്കറിയാം ഫസ്റ്റ് റെസിസ്റ്റൻസ് R1 ക്രോസ് ആയിട്ടുള്ള കറണ്ട് I1 = V by R1 ആണ്. പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, കറണ്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് I1 = V by R1. ഇവിടെ V കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് V എന്ത് ചേഞ്ച് ചെയ്യില്ല, R1 ആണ് ചെയ്യുന്നതനുസരിച്ച് I1 ചേഞ്ച് ചെയ്യും. ഇവിടെ V എത്രയാണ്? 100 വോൾട്ട് ഡിവൈഡഡ് ബൈ
നമുക്കറിയാം R എത്രയാണ് 10. അപ്പോൾ എത്ര വരും? 100 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 10 ആംപിയർ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് I1 നിന്ന് കറണ്ട് കിട്ടി. I1 ഈക്വൽ ടു V/R1. V എത്രയാണ്? 100 വോൾട്ട്. ഫസ്റ്റത്തെ റെസിസ്റ്റൻസ് R1 എത്ര? 10 ഓം. നമ്മൾ ആൾറെഡി എഴുതി വെച്ചതാണ്. അപ്പോൾ എന്താണ്? 100/10 ഈക്വൽ ടു 10 ആംപിയർ. നെക്സ്റ്റ് നമ്മൾ R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റെസിസ്റ്റൻസിന് ക്രോസ് ആയിട്ടുള്ള കറണ്ട് I2 കാണാം. I2 ഈക്വൽ ടു എത്ര വരും? V/R2. V എത്ര? 100 ഡിവൈഡഡ് ബൈ R2 എത്രയാണ്? R2 എന്ന് പറയുന്നത് 12 ആണ്. 12 ഓം. അപ്പോൾ 100/12 എത്രയാണ്? 100/12 എന്ന് പറയുന്നത് 8.3 ആംപിയർ എന്ന് കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. 100/12 8.3. അത്രയും ആംപിയർ കറണ്ട് എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ R3 ക്രോസ് ആയിട്ടുള്ള കറണ്ട് I3 കാണുന്നു. I3 ഈസ് ഈക്വൽ ടു V/R3. എത്ര വരും? V എത്രയാണ്? വീണ്ടും 100 വോൾട്ട് തന്നെ. R3 എത്രയാണ്? 16 ഓം. ഈക്വൽ ടു 100/16. അത് എത്ര വരിക? 6.25 എന്ന് വരും. 6.25 ആംപിയർ. 6.25 ആംപിയർ. 6.25 ആംപിയർ. അപ്പോൾ നമുക്ക് I3 കിട്ടി. അപ്പോൾ I1, I2, I3 കാണാൻ V/R1, V/R2, V/R3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് I1 ഈക്വൽ ടു 10 ആംപിയർ എന്ന് കിട്ടി. I2 ഈക്വൽ ടു 8.3 ആംപിയർ എന്ന് കിട്ടി. I3 ഈക്വൽ ടു 6.25 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ടോട്ടൽ കറണ്ട് I കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ കറണ്ട് I കിട്ടാൻ നമ്മളിത് മൂന്നും I1, I2, I3 I1, I2, I3 ആഡ് ചെയ്താൽ മതി. ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 എത്ര വരും? 10 പ്ലസ് 8.3 പ്ലസ് 6.25. എത്ര വരിക? നമ്മൾ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24.63 എന്ന് കിട്ടും. 24.6 ഏകദേശം. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം 10 പ്ലസ് 8 8ഉം 10 18 6ഉം 24 24.3 പ്ലസ് 24.25 അത് ഇതിൻ്റെ ബാക്ക് വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അതുകൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 24. ഏകദേശം 24.6ൻ്റെ അടുത്ത് ഉള്ള വാല്യൂ കിട്ടും. 24.6. ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു 24.55 ഏകദേശം 24.6 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടും. 10 പ്ലസ് 8.3 പ്ലസ് 6.25 ചെയ്ത് കഴിഞ്ഞാൽ 24.55 അല്ലെങ്കിൽ 24.6 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ കറണ്ട് I നമുക്ക് മറ്റു രീതിയിൽ കാണാം. I ഈക്വൽ ടു V/R. I ഈക്വൽ ടു V/R എന്നാണ് ഇക്വേഷനിൽ. ഇതിൽ നമ്മൾ R നമ്മൾ കണ്ടെത്തണം. അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതും കൂടെ നിങ്ങൾ ഇനി ചില ക്വസ്റ്റ്യൻസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടെ ചോദിക്കും. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ നേരത്തെ ചെയ്ത ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാണാം. പക്ഷേ ഇൻ കേസ് റെസിസ്റ്റൻസ് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആകും. അപ്പോൾ അത് വരാതിരിക്കാൻ റെസിസ്റ്റൻസ് കൂടെ നമുക്ക് കണ്ടിട്ട് ഈ ഒരു രീതിയിലും കൂടെ നമുക്ക് കറണ്ട് കാണാം. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത് ശരിയാണോ എന്നും കൂടി കൺഫേം ആക്കാൻ പറ്റും. നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഈ സീരീസ് പാരലൽ കണക്ഷനിൽ 1/R ഈക്വൽ ടു 1/RP ആണ് അല്ലേ? പാരലൽ ആകുമ്പോൾ 1/RP അല്ലെങ്കിൽ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ഇത് ചെയ്താൽ മതി. അപ്പോൾ R1, R2, R3 നമുക്കറിയാം. ഇത് ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ എങ്ങനെ വരും? ഈക്വൽ ടു
1/R1 1/R1 എത്ര 1/10 പ്ലസ് 1/12 പ്ലസ് 1/16 ഇത് ചെയ്തു കഴിഞ്ഞാൽ 1/10 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ 1/10 പ്ലസ് 1/12 പ്ലസ് 1/16 ചെയ്തതാണ് അല്ലേ. 1/10 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. പ്ലസ് 1/12 എന്ന് പറഞ്ഞാൽ 0.1 പ്ലസ് 1/12 എന്ന് പറഞ്ഞാൽ 0.083 എന്ന് വരും. പ്ലസ് 1/16 എന്ന് പറഞ്ഞാൽ 0.0625. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും വളരെ സിമ്പിളായിട്ട്. 1/10 1/12 1/16. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടുന്നു ഈക്വൽ ടു അത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.2458 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താ നമുക്ക് കിട്ടി 1/RP ആണ് 0.2548 കിട്ടിയത് 1/4RP എന്നാൽ അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് RP എങ്ങനെ കാണാം RP ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ഈ വാല്യൂ അല്ലേ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുന്നു. 1/RP ഇതാണെങ്കിൽ RP ഇത്രയും 1/0.2458 ആവും. 1/RP 0.2458 ആണെങ്കിൽ RP നേരെ ഇങ്ങോട്ട് ഈക്വൽറ്റിന് അപ്പുറത്ത് കൊണ്ട് കഴിഞ്ഞാൽ RP ഈക്വൽ ടു 1/0.2458 അതെത്രയും 1/0.2458 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4.06 ഇത്രയും ഓം കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു 4.06 കിട്ടി. ആദ്യം നമ്മൾ 1/RP കണ്ടു 1/RP എന്നിട്ട് 1/RP ചെയ്ത് കഴിഞ്ഞാൽ RP കിട്ടും. അഥവാ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ RP ഈക്വൽ ടു 1/0.2458 0.2458 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ. 1/10 പ്ലസ് 1/12 പ്ലസ് 1/16 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ചെയ്തു. എന്നിട്ട് അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ RP കിട്ടി. അത് 4.06 കിട്ടി. ഇനി നമ്മൾ എന്താണ് V ഈക്വൽ ടു IR എന്നുള്ള ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് I ആണ് കിട്ടേണ്ടത്. I ഈക്വൽ ടു V/R. V എത്രയാണ് 100 ഡിവൈഡഡ് ബൈ R എത്രയാണ് അപ്പോൾ നമ്മൾ കണ്ടെത്തി 4.06 100 ഡിവൈഡ് ബൈ 4.06 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുകയെന്ന് വെച്ചാൽ 24.6 സംതിങ് കിട്ടും 24.6 കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തു ടോട്ടൽ കറണ്ട് കണ്ടു ആ ഒരു രീതി I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ കറണ്ട് I ചെയ്തു. അപ്പോഴും നമുക്ക് കിട്ടിയത് 24.6 ആണ്. നമ്മൾ എന്ത് ചെയ്തു റെസിസ്റ്റൻസ് കണ്ടിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് RP കണ്ടതിന് ശേഷം I ഈക്വൽ ടു V/R എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുത്ത് ഇവിടെ RP പാരലൽ ആയതുകൊണ്ട് RP കൊടുത്തിട്ട് നമ്മൾ ചെയ്തു. അപ്പോഴും നമുക്ക് കിട്ടിയത് 24.6 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു 24.6 എന്ന് കിട്ടി. I1 നമുക്ക് എത്ര കിട്ടി 10 ആംപിയർ കിട്ടി. I2 ഈക്വൽ ടു 8.3 ആംപിയർ എന്ന് കിട്ടി. I3 ഈക്വൽ ടു 6.25 ആംപിയർ കിട്ടി. ഇത് മൂന്ന് നമ്മൾ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. രണ്ട് നിലക്കും ചെയ്യാൻ പറ്റി. ഇനി എന്താണ് ഇതിൽ തന്നെ നമ്മൾ ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതും നമ്മൾ കണ്ടു. ടോട്ടൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു പാരലൽ RP ഈക്വൽ ടു 4.06 ഓം എന്നും നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്ത് RP 1/RP ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നുള്ള ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ടോട്ടൽ റെസിസ്റ്റൻസ് കൂടെ നമ്മൾ കണ്ടെത്തി. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ചില സമയത്ത് ഇതും ചോദിക്കും, ചില സമയത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് മാത്രം ചോദിക്കും. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ കറണ്ടും ചോദിച്ചിട്ടുണ്ട്, ടോട്ടൽ കറണ്ട് ചോദിച്ചിട്ടുണ്ട്, ഓരോ റെസിസ്റ്റൻസ് ക്രോസ് ആയിട്ടുള്ള കറണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അപ്പോൾ ഇന്ന് ഈ രണ്ട് പ്രോബ്ലം ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം.